Mesmerizing wedding collection. Tejaswini by Chungat Jewelry. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. അങ്കമാലി നഗരസഭയിലെ ആദ്യ സ്മാർട്ട് അംഗൻവാടി ഇനി നായത്തോടിന് സ്വന്തം. അംഗൻവാടി പദ്ധതിയുടെ 50ാം ജന്മദിനത്തിൽ നഗരസഭയ്ക്ക് സ്വന്തമായുള്ള ഭൂമിയിൽ 54 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. അങ്കമാലി നഗരസഭ 14ാം വാർഡിൽ നായത്തോട് ചെത്തിക്കോട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്താണ് നീല പട്ടുപുതച്ച് മനോഹര സൗധം തിളങ്ങി നിൽക്കുന്നത്. 2 നിലകളിലുമായി 1800 ചതുരശ്ര അടിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 2 ഘട്ടങ്ങളിലായി 54 ലക്ഷം രൂപ ഇതിനായി ചിലവഴിച്ചു. കഴിഞ്ഞ LDF ഭരണസമിതിയിലെ CPM കൗൺസിലറായിരുന്ന വിനീത ദിലീപിന്റെ കാലത്താണ് 5 സെന്റ് ഭൂമി വാങ്ങിയതെങ്കിൽ നിലവിലെ UDF ഭരണസമിതിയിലെ കോൺഗ്രസ് കൗൺസിലറും മുൻ നഗരസഭാ ചെയർമാനുമായ മാത്യു തോമസ് ആണ് സ്മാർട്ട് അംഗൻവാടി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. നായത്തോടുകാരായ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോളും പ്രതിപക്ഷ നേതാവ് TY ഏലിയാസും മറ്റ് കൗൺസിലർമാരും നാട്ടുകാരുമെല്ലാം പദ്ധതിക്കായി കലവറയില്ലാതെ സഹകരിച്ചു. 1975 ഒക്ടോബർ 2 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 106ാം ജന്മദിനത്തിലാണ് രാജ്യത്ത് അംഗൻവാടി എന്ന പദ്ധതിക്ക് തുടക്കമിടുന്നത്. 2025 ഒക്ടോബർ 2 അംഗൻവാടി പദ്ധതിയുടെ 50ാം ജന്മദിനമാണ്. ഈ സുവർണ മുഹൂർത്തത്തിലാണ് ചെത്തിക്കോടിന് സ്മാർട്ട് അംഗൻവാടി സ്വന്തമാകുന്നത് എന്നതും സവിശേഷതയാണ്. റോജി M. ജോൺ MLA നാടമുറിച്ച് അംഗൻവാടി കെട്ടിടം നാടിന് സമർപ്പിച്ചു. യാഥാർത്ഥ്യമാക്കിയെടുക്കുന്നതിൽ പ്രിയപ്പെട്ട മാത്യു തോമസ്, അദ്ദേഹം വാർഡിന്റെ കൗൺസിലർ എന്ന നിലയിലും നഗരസഭയുടെ ചെയർമാൻ എന്ന നിലയിലും വളരെ സ്തുത്യർഹമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് നടത്തിയത്. ഇപ്പോഴത്തെ ചെയർമാൻ ഇനി അവസാന നാളുകളിലാണ്, ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഓരോ സമയത്തും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോഴത്തെ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോപോൾ അത് ഇനി അവസാനം 2 മാസം ബാക്കിയുള്ളൂ എന്നുള്ളതുകൊണ്ട് അദ്ദേഹം സൂപ്പർ ഫാസ്റ്റ് മോഡിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഈ പദ്ധതികളൊക്കെ പരമാവധി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടുള്ള ചടുലമായിട്ടുള്ള ഇടപെടലുകളാണ് ശ്രീ അഡ്വക്കേറ്റ് ഷിയോപോളിന്റെ നേതൃത്വത്തിൽ കൗൺസിൽ ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ നഗരസഭാ ഭരണസമിതി വളരെ മാതൃകാപരമായി എല്ലാവരെയും ഒരേ മനസ്സോടുകൂടി ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം പദ്ധതികളൊക്കെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച അവരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നമസ്കാരം. പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം ബെന്നി ബെഹന്നാൻ MP നിർവഹിച്ചു. ഈ അടുത്ത കാലഘട്ടത്തായി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഏത് അംഗനവാടിയേക്കാൾ വലിപ്പം കൊണ്ടും മെച്ചപ്പെട്ടതുമാണ് ഈ അംഗനവാടി എന്ന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഞാൻ മാത്യു തോമസോട് പറയുന്നു, ഇതിന്റെ മുന്നിൽ അംഗനവാടി എന്നൊന്ന് വലിയ ലക്ഷത്തിൽ എഴുതി വെച്ചിരിക്കും. ഇത് വല്ല ഹോട്ടലോ വല്ല ഹോം സ്റ്റേ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ തിരിച്ചിരിക്കും. അത്ര മനോഹരമാണ് ഈ അംഗനവാടിയുടെ കെട്ടിടത്തിന്റെ മനോഹാരിത. മാത്രമല്ല, ഈ സദസ്സും ഇത്രയും വലിയൊരു സദസ്സിൽ ഒരു അംഗൻവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ ഇന്നൊരു പോയിട്ടുണ്ട്. ഇവിടെ ചെയർമാൻമാരായിരുന്നവർ, MLA, ബഹുമാനപ്പെട്ട അച്ഛൻ, ഉസ്താദ് തുടങ്ങിയ എല്ലാ ബഹുമാനരായ കൗൺസിലർമാരടക്കമുള്ള മുഴുവൻ ആളുകൾ. ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോഴൊക്കെ ജാഥയ്ക്ക് വന്ന ആളുകൾ പിരിഞ്ഞു പോകുന്ന പോലെ സൗകര്യമായി പോകുന്നുണ്ട്. അത്രയും വലിയ പങ്കാളിത്തത്തോടു കൂടി ഇത് ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് ഇത് നേടിയെടുക്കുന്നതിന് വേണ്ടി, പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച അങ്കമാലി മുനിസിപ്പൽ കൗൺസിലിനെ, പ്രത്യേകിച്ച് ഈ വാർഡിന്റെ ചെയർമാനായ നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട മുൻ ചെയർമാൻ കൂടിയായ മെമ്പറായ മുൻ ചെയർമാൻ കൂടിയായ നമ്മുടെ മാത്യൂസിനെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. നമുക്കിനിയും എവിടെയെങ്കിലും, ഞാനും റോജിയൊക്കെ ഇനിയും പറയും, എവിടെയെങ്കിലും ഒരു അംഗൻവാടി കെട്ടിടം പണിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയും അത് നായത്തോട് പണിതിരിക്കുന്ന അംഗൻവാടി കെട്ടിടം പോലെ പണിയാനുള്ള ഒരു മാതൃകാ അംഗൻവാടി കെട്ടിടമായി മാറും. ഞാൻ ഇനിയും സംസാരിക്കുന്നില്ല. അംഗൻവാടികൾ എന്നത് പണ്ട് ഒരു പ്രദേശത്തെ ഏറ്റവും മോശപ്പെട്ട ഒരു കെട്ടിടം വേണമെന്ന് നോക്കി അത് അംഗൻവാടിയായിരിക്കും. വല്ല ഒരു ചാർപ്പിലൊക്കെയാണ് അംഗൻവാടി പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് അതെല്ലാം മാറി. ഇന്ന് അംഗൻവാടികളുടെ മുഖം മാറി, സൗകര്യങ്ങൾ മാറി, ഭൗതിക സൗകര്യങ്ങൾ മാറി. ഇപ്പം അംഗൻവാടികൾ സ്മാർട്ടായി, AC അംഗൻവാടികളായി. ഇതുപോലെ കാണുന്ന വളരെ മനോഹരമായ എല്ലാ സൗകര്യങ്ങളും അംഗൻവാടികളുണ്ട്. അംഗൻവാടിയുടെ പ്രവർത്തനത്തിൽ മാറ്റം വന്നു.
അംഗൻവാടി എന്ന് പറഞ്ഞാൽ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല, അവിടെ ഗർഭിണിയായ സ്ത്രീകൾ, പ്രായം ചെന്നവർ, അങ്ങനെ എല്ലാവരുടെയും ഒരു 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 കേന്ദ്രമായി അംഗൻവാടി മാറി. അംഗൻവാടിയുടെ ഏറ്റവും വലിയ സവിശേഷത നമ്മുടെ മക്കളെ പരിചരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അംഗൻവാടിയിൽ ഏൽപ്പിക്കുമ്പോൾ ഞാൻ ഈ അംഗൻവാടി ടീച്ചേഴ്സിനെ അനുമോദിക്കുകയാണ്. അമ്മമാരെ പോലെ തന്നെ മക്കളെ ഊട്ടി ഉറക്കി പഠിപ്പിച്ച് അവർ കാണിക്കുന്ന ആത്മാർത്ഥത വളരെയേറെ നല്ലതാണ്. അതുകൊണ്ട് അംഗൻവാടിയെ നമുക്ക് എല്ലാവർക്കും കൂടി നമുക്ക് പിന്തുണയ്ക്കണം, അംഗൻവാടിയോടൊപ്പം നിൽക്കണം. വളരെ വൈകിയതോട് ദീർഘമായി സംസാരിക്കുന്നില്ല. ഈ നാടിന് ഇതൊരു അഭിമാനമാണ്. ഈ നാടിന് ഏറ്റവും നല്ല ഒരു സംഭാവനയാണിത്. അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ കൗൺസിലർമാരെയും, ഇവിടെ നേരത്തെ റൂച്ചി പറഞ്ഞു, ഇത് നേരത്തെ ചെയർമാൻ ശ്രീ രജി ആയിരുന്നപ്പോഴാണ് സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞു. മാത്യൂസിന്റെ ഒരു കഠിനമായ പ്രയത്നത്തിന്റെ പിന്നിലുണ്ട്. ഷിയോപ്പോട് ഇവിടെ ഇരിക്കുന്നു. കൗൺസിലർമാരെല്ലാവരുടെയും പേര് പറയുന്നില്ല. അങ്ങനെ മാതൃകാപരമായി മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. ഏതായാലും മുനിസിപ്പാലിറ്റിയുടെ കാലാവധി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, ഇത്തരം കാര്യങ്ങൾ നന്നായി ചെയ്യുന്ന. രാഷ്ട്രീയമൊന്നുമില്ല ഇവിടെ. നമ്മുടെ ഏരിയാസും അതുപോലെ തന്നെ നമ്മുടെ രഘുവൊക്കെ ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും ഈ കാര്യത്തിൽ സന്തോഷിക്കുന്നവരാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താമസിച്ചു വന്നതിന് ഒരിക്കൽ കൂടി മാപ്പ് പറയുന്നു. നിർത്തുന്നു. നമസ്കാരം. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ അധ്യക്ഷനായിരുന്നു. വാർഡ് കൗൺസിലറും നഗരസഭാ മുൻ ചെയർമാനുമായ മാത്യു തോമസ് മുഖ്യ പ്രഭാഷണം നടത്തി. ഒരു അംഗൻവാടി വേണം എന്നുള്ള ആഗ്രഹം വളരെ നാളുകളായി നമ്മുടെ വാർഡിലെ ജനപ്രതിനിധികൾക്കും നഗരസഭയ്ക്കും ഉണ്ടായിരുന്നതാണ്. അതിനായി മാറി മാറി വന്ന എല്ലാ ജനപ്രതിനിധികളും ശ്രമിച്ചെങ്കിലും കഴിഞ്ഞ കൗൺസിലിന്റെ കാലത്ത് ശ്രീമതി വിനിത ദിലീപ് കൗൺസിലറായിരുന്ന സമയത്ത് ആ കൗൺസിലിന്റെ അവസാന സമയത്ത് അതിനായി 5 സെന്റ് സ്ഥലം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞു. നഗരസഭ വാങ്ങി. അങ്ങനെയുള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ കെട്ടിടം പണിത്. അപ്പോൾ നഗരസഭയ്ക്ക് ഒരു സ്ഥലം വാങ്ങണമെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ഒരുപാടാണ്. ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് സ്ഥലം വാങ്ങാൻ വരുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കും. അങ്ങനെ വാങ്ങിയ സ്ഥലത്ത് ഈ കൗൺസിൽ വന്നു കഴിഞ്ഞപ്പോൾ കെട്ടിടം പണിയാൻ നഗരസഭ തീരുമാനിച്ചു. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒരു നിലയിൽ പണിയാനാണ് ആദ്യമായി തീരുമാനിച്ചത്. അങ്ങനെ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവർക്കും തോന്നി, ഏതായാലും സ്ഥലമുണ്ട്, കെട്ടിടം പണിയുന്നു, എയർപോർട്ടിനടുത്തൊക്കെയുള്ള സ്ഥലമാണ്, വികസനം ഇങ്ങനെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അത് പരമാവധി പ്രയോജനപ്പെടുത്തണം എന്നുള്ള നിലയിൽ അത് 2 നിലയിൽ തന്നെ പണിയണം എന്നുള്ള തീരുമാനമെടുക്കുകയും ആ പ്ലാൻ മാറ്റി അത് 2 നിലയിൽ പണിയാനുള്ള പ്ലാനായി. അതിന് 54 ലക്ഷം രൂപയാണ് നഗരസഭ 2 ഘട്ടമായി, 1-ാം ഘട്ടവും 2-ാം ഘട്ടവുമായി വകയിരുത്തി അങ്ങനെ പണിത കെട്ടിടമാണ് ഇന്ന് നമുക്കിവിടെ പണി പൂർത്തീകരിക്കുന്നത്. അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നഗരസഭാ കൗൺസിൽ ഏകകണ്ഠമായ തീരുമാനത്തിലൂടെ അവസാനം അത് സ്മാർട്ട് അംഗൻവാടിയാക്കാനും കൂടി തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ നഗരസഭാ പ്രദേശത്തെ ആദ്യത്തെ സ്മാർട്ട് അംഗൻവാടിയായി ഈ അംഗൻവാടി മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. അതിന് ഈ കൗൺസിലിൻ്റെ കാലത്ത് ശ്രീ റെജി മാത്യു ചെയർമാനായിരുന്നപ്പോഴും അത് കഴിഞ്ഞ് ഞാനായിരുന്നപ്പോഴും ഇപ്പോൾ ഷിയോ പോളായിരുന്നപ്പോഴും ഒരു ആളിൽ തുടങ്ങി 3-ാമത്തെ ആളിൽ വന്നപ്പോഴേക്കാണ് ഇതിൻ്റെ പൂർത്തീകരണം വരുന്നത്. അതാണ് നടപടിക്രമങ്ങളുടെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ എല്ലാ ഘട്ടത്തിലും കൗൺസിലിലെ എല്ലാ അംഗങ്ങളും ഏകകണ്ഠമായാണ് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഈ സ്മാർട്ട് അംഗൻവാടി ഈ വാർഡിൽ വന്നതിന് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് ഈ നഗരസഭയിലെ മുഴുവൻ കൗൺസിൽ അംഗങ്ങളോടും അതുപോലെ കഴിഞ്ഞ കൗൺസിലിൽ ഉണ്ടായിരുന്ന അംഗങ്ങളോടും കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഓരോ ഘട്ടവും. നമുക്കറിയാം, ഇതിനു മുമ്പ് നമ്മുടെ വാർഡിൽ പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഒരു മാസം കൊണ്ട് ഒരു കൊല്ലം കൊണ്ടൊന്നും ഒരു പദ്ധതി ഇതുപോലെ വലിയ പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓരോ ഘട്ടത്തിലും സഹകരിച്ച പിന്നെ മുഴുവൻ ജനപ്രതിനിധികളോടും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരോടും ഇപ്പോൾ ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചത് കോൺട്രാക്ടർ ചെറിയാച്ചൻ ഇവിടെയുണ്ട്. നഗരസഭയുടെ ഒരു അഭിമാനമാണ് കോൺട്രാക്ടർ ചെറിയാച്ചൻ. അങ്കമാലി ഗവൺമെൻറ് ആശുപത്രിയിൽ നടക്കുന്ന 6.5 കോടി രൂപയുടെ വലിയ കെട്ടിടം പണിയുന്നതിലും ചെറിയാച്ചൻ പങ്കാളിയാണ്. നഗരസഭ എപ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ ഏത് പണി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാലും അതിലൊരു ലാഭേച്ഛ നോക്കാതെ ആ പണികളൊക്കെ ഏറ്റെടുത്ത് കൃത്യസമയത്ത് പൂർത്തിയാക്കുന്ന ആളാണ് ചെറിയാച്ചൻ. നമുക്കറിയാം, ഈ സർക്കാർ കാര്യം മുറ പോലെ എന്ന് പറഞ്ഞ പോലെ പണി കൃത്യമായി പൂർത്തിയാക്കുമെങ്കിലും കാശിന് വേണ്ടി ചെറിയാച്ചൻ ചിലപ്പോൾ കുറച്ച് നാൾ കഷ്ടപ്പെടേണ്ടി വരാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിന് പരാതിയോ പരിഭവമൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു എക്സ് സർവീസ്മാനാണ്. നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ ഉത്തമ ബോധ്യമുള്ള ആളാണ്. അപ്പോൾ ആ ജീവിതത്തിലും ആ ചിട്ട പാലിക്കുന്ന ആളാണ്. അതുകൊണ്ട് ചെറിയാച്ചനിവിടെ
ഈ പണിയൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും ചെറിയാച്ചനൊരു ചെറിയ സംഖ്യ മാത്രമാണ് നഗരസഭയിൽ നിന്നും ഇതിനകം കിട്ടിയിട്ടുള്ളത്. അത് മറ്റാരുടെയും തടസ്സം കൊണ്ടല്ല, അതിൻ്റെ ഒരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. എന്തായാലും ഇത് കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ, നിങ്ങൾക്കറിയാം ഈ കൗൺസിലിൻ്റെ കാലാവധി തീരാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ ഇത് പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിക്കാൻ എല്ലാവരും പരിശ്രമിച്ചു. ചെറിയാച്ചൻ പരിശ്രമിച്ചു, നമ്മുടെ അതിനൊക്കെ നേതൃത്വം കൊടുത്ത AXC, AE ഇവിടെ ഉണ്ട്, ഓവർസിയർമാർ, നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരും, ജനപ്രതിനിധികൾ, ചെയർമാൻ ഉൾപ്പെടെ, അതിൽ പണിയെടുത്ത തൊഴിലാളികൾ. അതിന് ഏറ്റവും കൂടുതൽ സഹകരിച്ചത് തൊട്ട് അയൽവക്കാരനായ ചന്ദ്രനാണ്. ചന്ദ്രൻ, പൈരിങ്ങിൽ ചന്ദ്രൻ ആണ് തൊട്ടടുത്ത വീട്, നമ്മുടെ ചിഞ്ചുവിൻ്റെ അച്ഛൻ. ചിഞ്ചുവിനെ എല്ലാവരും അറിയും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് വെള്ളം, അവരുടെ വൈദ്യുതി, അവരുടെ എല്ലാ സഹകരണവും. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പോൾ ജോവർ, ലക്സി ജോയ്, മനു നാരായണൻ, ജിത ഷിജോയ്, ഷൈനി മാർട്ടിൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് TY ഏലിയാസ്, BJP പാർലമെന്ററി പാർട്ടി ലീഡർ AV രഘു, സെന്റ് ജോസഫ് പള്ളി വികാരി ഫാദർ തോമസ് വാളൂക്കാരൻ, മുസ്ലിം ജമാഅത്ത് പള്ളി ഇമാം അബൂബക്കർ റിഷാദി, NSS കരയോഗം പ്രസിഡന്റ് P വിജയൻ, SNDP ശാഖാ പ്രസിഡന്റ് TG സുരേന്ദ്രൻ, KPMS ശാഖാ പ്രസിഡന്റ് KP പ്രദീപ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ BS പ്രസാദ്, സുനിൽ ഗോകുലം, പ്രതിഭ മത്തായി എന്നിവർ പ്രസംഗിച്ചു. കെട്ടിട നിർമ്മാണം നിശ്ചിത കാലയളവിനുള്ളിൽ തന്നെ കുറ്റമറ്റ രീതിയിൽ പൂർത്തിയാക്കിയ കോൺട്രാക്ടർ ചെറിയാച്ചനെ യോഗത്തിൽ അനുമോദിച്ചു. കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ കുട്ടികൾക്ക് പഠിക്കാനും കളിക്കാനും വിശ്രമിക്കാനും ആവശ്യമായ എല്ലാ നൂതന സംവിധാനങ്ങളും ഒരുക്കും. 1-ാം നില വാർഡിലെ പൊതു ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നതെന്നും വാർഡ് കൗൺസിലർ മാത്യു തോമസ് അറിയിച്ചു. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഷൂക്രാഫ്റ്റ് ഫുഡ്വെയർസ് ആൻഡ് ബാഗ്സ്, ഓൾഡ് മാർക്കറ്റ് റോഡ്, അങ്കമാലി. MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.